വ്യൂവേഴ്സ് എല്ലാവർക്കും നമസ്കാരം. സച്ചിയുടെയും രേവതിയുടെയും അപ്കമിങ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ ശരത്തും അതുപോലെ ആന്റണിയും കൂടി വട്ടിപ്പലിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ട് സച്ചിയുടെ കൂട്ടുകാരനൊക്കെ ഉള്ള ആ ഒരു സ്റ്റാൻഡിലേക്ക് എത്തുക. അവിടെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വഴക്കുണ്ടാക്കിയതിന് ശേഷം നമ്മുടെ മഹേഷിനെ പിടിക്കുകയാണ് ആന്റണി. അങ്ങനെ ആന്റണി തല്ലുന്നതൊക്കെ കണ്ടു കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സച്ചിക്ക് അതൊന്നും കണ്ടിട്ട് സഹിക്കാനേ പറ്റുന്നില്ല. തൻ്റെ കൂട്ടുകാരനാണല്ലോ മഹേഷ്, അതും പോരാഞ്ഞിട്ട് മഹേഷ് തന്നെ പണം തന്ന് സഹായിച്ചത് കൊണ്ടാണ് അവന് കാറിൻ്റെ ആ ഒരു ഡ്യൂ കെട്ടാൻ പറ്റാതിരുന്നത്. അതൊക്കെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സച്ചിയാണെങ്കിലോ ആന്റണിയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ആന്റണിയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് ആന്റണിയെ തല്ലാൻ ഒരുങ്ങുക. അങ്ങനെ ഇവിടെ ആന്റണിയും സച്ചിയും കൂടി തമ്മി തല്ലുന്ന കാഴ്ച കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരത്തിന് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. സച്ചിയേട്ടൻ എൻ്റെ ഫ്രണ്ടിനെയാണല്ലോ എടുത്ത് അടിക്കുന്നതെന്ന് പറഞ്ഞ് അവൻ ഓടി വന്നിട്ട് സച്ചിയെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു. തക്കത്തിന് ശരത്തിന് കൈ കിട്ടിയ സച്ചിയാണെങ്കിലോ ഇതിനു മുന്നേ ശരത്തിന് പല വാണിങ്ങും കൊടുത്തിട്ടുണ്ട്. ശരത്തെ, നീ ഇവരുടെ കൂടെ നടന്ന് നിന്റെ ഉള്ള ജീവിതം നശിപ്പിക്കരുതെന്നൊക്കെ പറഞ്ഞ് ശരത്തിന് വാണിംഗ് ഒക്കെ കൊടുത്തത് കൊണ്ട് ശരത്ത് ഇതൊന്നും കേൾക്കാതെയും പിന്നീടും ഇവന്മാരുടെ കൂടെ നടക്കുന്നത് കൊണ്ടും ഒക്കെ നമ്മുടെ സച്ചിക്ക് നല്ല ദേഷ്യമുണ്ട്. അങ്ങനെ സച്ചി അവിടെ വെച്ച് ശരത്തിനെ ആക്രമിക്കുക. ശരത്ത് തിരിച്ചും നമ്മുടെ സച്ചിയോട് പൊരുതി നിൽക്കാൻ തുടങ്ങുമ്പോഴത്തേക്കിനും അവൻ്റെ കൈക്ക് പിടിച്ച് സച്ചി അതെങ്കിൽ തിരിച്ച് ആകെ മൊത്തം വേദന കൊണ്ട് പൊളഞ്ഞു നിൽക്കുക ശരത്ത്. അങ്ങനെ എല്ലാ ആൾക്കാരും കൂടി ഇടപെട്ട് സച്ചിയെയും ശരത്തിനെയും ഒക്കെ പിടിച്ചു മാറ്റിയതിന് ശേഷം നിന്നെയൊക്കെ കാണിച്ചു തരാടാന്ന് പറഞ്ഞ് ആന്റണി നമ്മുടെ ശരത്തിനെയും അങ്ങനെ അവിടെ നിന്നും നമ്മുടെ ആന്റണി ശരത്തിനെയും കൂട്ടിയിട്ട് പോകുന്നത് അവൻ്റെ ഓഫീസിലേക്കാണ്. അവിടെ എത്തിയതും ശരത്താണെങ്കിൽ നല്ലതുപോലെ കൈക്കൊക്കെ വേദന എടുത്തിട്ട് അവിടെ ഇങ്ങനെ ബഹളം വെക്കുന്ന സമയത്ത് നമ്മുടെ ആന്റണി പറഞ്ഞു, നിന്റെ അളിയനായത് കൊണ്ട് മാത്രം അവനെ ഞാനൊന്നും ചെയ്യാതെ വിട്ടത്. എന്തായാലും ഇനി അവൻ എൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ നിന്റെ അളിയനാണ് എന്നുള്ള കാര്യം ഞാനങ്ങ് മറക്കും. നീ സഹിച്ചാൽ മതി, അവനെ കൊണ്ടുള്ള ശല്യം ഞങ്ങളെല്ലാവരും സഹിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലടാന്ന് പറഞ്ഞ് അവൻ നല്ല ദേഷ്യത്തിലിരിക്കുമ്പോഴാണ് കൈക്ക് നല്ല വേദന ഉണ്ടടാ, എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല, ആ രീതിയിലുള്ള വേദനയാണെന്ന് ശരത്ത് അവനോട് പറയുക. അപ്പം ആന്റണി പറയുന്നുണ്ട്, എന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് ആശുപത്രിയിലേക്ക് പോവാം. അവിടെ പോയി കഴിഞ്ഞാൽ നിന്റെ ഈ വേദനയൊക്കെ മാറും. ചിലപ്പോൾ ഇനി കൈക്ക് വല്ല ചതവോ അല്ലെങ്കിൽ ഒടിവോ ഒക്കെ ഉണ്ടെങ്കിലോ ഒന്നും അറിയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവനെയും കൂട്ടി ആശുപത്രിയിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ശരത്ത് പറഞ്ഞു, വേണ്ടടാ, ഇനി ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ അത് അതിലും വലിയ പ്രശ്നമാവും. ഞാൻ എന്തായാലും വീട്ടിലേക്കൊന്ന് പോട്ടെ, നീ എന്നെ വീട്ടിലേക്കൊന്ന് വിട്ടേര്. ഞാൻ അത് കഴിഞ്ഞിട്ട് വേദനകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആശുപത്രിയിലേക്ക് പോയിക്കോളാന്ന് പറഞ്ഞ് അവന് നമ്മുടെ ആന്റണി കൊണ്ടുപോയി വീട്ടിലേക്ക് ആക്കുക. അങ്ങനെ വീട്ടിലെത്തുന്ന സമയത്താണെങ്കിൽ ലക്ഷ്മി അമ്മ അവിടെ നിന്നിട്ട്, ഇത്രയും സമയമായി, എത്ര പേർക്ക് പൂ കെട്ടിക്കൊടുക്കാനുള്ളതാ, ഇതൊന്നും ഒരു ഉത്തരവാദിത്വം ഇല്ലാതെയാണ് എൻ്റെ മക്കളെ രണ്ടുപേരും ചെയ്യുന്നത്. നിങ്ങളൊക്കെ ഇനി എന്നും ഉത്തരവാദിത്വം പഠിക്കാനാണെന്നൊക്കെ പറഞ്ഞ് ദേവുനെ ഫയർ ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ ലക്ഷ്മിയമ്മ. അങ്ങനെ ലക്ഷ്മിയമ്മ ശരത്ത് വന്നതും, നിനക്ക് എന്തെങ്കിലുമൊക്കെ ഈ വീട്ടിലേക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് സഹായിച്ചാൽ എന്താ അമ്മേ പ്രശ്നമെന്ന് ചോദിച്ച് ശരത്ത് ലക്ഷ്മിയുടെ കാര്യം അന്വേഷിക്കുമ്പോഴത്തേക്കിനും പുള്ളിക്കാരി പറഞ്ഞു, അതെ, കട തുറക്കണം, കടയിൽ ഒരുപാട് ആൾക്കാർക്ക് പൂ കെട്ടി കൊടുക്കാനുള്ളതാ, നീ ഇങ്ങനെ ഇവിടെ ഇരുന്നാൽ എങ്ങനെയാ ശരിയാവുന്നത്. അങ്ങനെ നമ്മുടെ ദേവു ആണെങ്കിലോ ഇവനൊരു മടിയനാണെന്ന് പറഞ്ഞ് ശരത്തിന്റെ കൈക്ക് വന്ന് ചുമ്മാ ഒന്ന് ടച്ച് ചെയ്തതേ ഉള്ളൂ. അപ്പൊ തന്നെ ശരത്ത് വേദന കൊണ്ട് അയ്യോ എൻ്റെ അമ്മയെന്ന് പറഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങി. ഇത് കണ്ടതും നമ്മുടെ ലക്ഷ്മിയമ്മ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിട്ട് ശരത്തിനോട് ചോദിച്ചു, എടാ മോനെ എന്താ പറ്റിയത്, എന്താ സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവനാണെങ്കിലോ തൽക്കാലം രക്ഷപ്പെടണം, സച്ചിയേട്ടൻ തല്ലിയതാണെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് തന്നെ അവൻ അവിടെ വെച്ച് ഞാനേ ബൈക്കിൽ നിന്നൊന്ന് വീണതാ അമ്മേ, അങ്ങനെയാണെങ്കിൽ മോന് നല്ല വേദന ഉള്ള സ്ഥിതിക്ക് നമുക്ക് ആശുപത്രിയിലേക്ക് പോവാന്ന് പറഞ്ഞ് ദേവും ലക്ഷ്മിയമ്മയും കൂടി ശരത്തിനെ ആശുപത്രിയിലേക്ക് എത്തിക്കുക. അവിടെ ചെന്നതും ഡോക്ടർ നല്ല വിശദമായിട്ട് നമ്മുടെ ശരത്തിനെ പരിശോധിക്കാൻ തുടങ്ങി. ഇത് കണ്ടിട്ട് ബൈക്കിൽ നിന്ന് വീണ പോലെ തോന്നുന്നില്ലല്ലോ, സത്യം പറയും എന്താ പ്രശ്നമെന്ന് ഡോക്ടർ ചോദിക്കുക. അത് ഡോക്ടറെ, ശരിക്കും ഞാൻ ബൈക്കിൽ നിന്ന് വീണത് തന്നെയാ. ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ ബൈക്കുമായിട്ട് പുറത്തേക്ക് പോയ സമയത്താ, അന്നേരം എതിരെ ഒരു സ്പീഡിൽ വണ്ടി വന്നു, അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വെട്ടിച്ചതാ, അങ്ങനെ ബൈക്കിൽ നിന്ന് വീണതാണെന്ന് തൽക്കാലം അവനവിടെ പറഞ്ഞൊപ്പിക്കുക. ഈ സമയമാണെങ്കിൽ എൻ്റെ ഡോക്ടറെ, എനിക്ക് ആകെയുള്ളൊരു ആന്തര്യ, ഇവനെയാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഏക പ്രതീക്ഷ എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മി അമ്മ ഭയങ്കര സങ്കടത്തിൽ നിൽക്കുക. ആ സമയം ഡോക്ടർ പറഞ്ഞു, അതെ, നിങ്ങൾ രണ്ടുപേരും ഒന്ന് പുറത്ത് വെയിറ്റ് ചെയ്യോ, ഞാൻ ഇയാളോടൊന്ന് സംസാരിക്കട്ടെ, അതിനുശേഷം നിങ്ങളെ വിളിക്കാമെന്ന് പറഞ്ഞ് ലക്ഷ്മി അമ്മയെ പറഞ്ഞ് അപ്പുറത്തേക്ക് വിടുക.
അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണെങ്കിലോ നമ്മുടെ സച്ചിയോട് കൂട്ടുകാരൊക്കെ കൂടി ചേർന്ന്, നീ എന്തിനാ സച്ചി, ദേ ആ ആന്റണി എന്ന് പറയുന്നവന്റെ സ്വഭാവം നന്നായിട്ട് നിനക്ക് അറിയാവുന്നതല്ലേ, അവനോടൊക്കെ ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാല് പിന്നെ ദേ നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുമോ എന്ന് മഹേഷ് ചോദിക്കുക. സച്ചി ആണെങ്കിലോ, എടാ ആന്റണിയെ തല്ലിയത് ഓക്കെ, അവൻ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ട് ആന്റണിയെ തല്ലിയത്, എന്റെ സച്ചി അത് അംഗീകരിക്കാം, പക്ഷെ നീ എന്തിനാ ശരത്തിനെ തല്ലിയത്? എടാ ശരത്തിനെ തല്ലിയതിന് പിന്നിലും ഒരു കാരണമുണ്ട്, എന്ത് കാരണമാണെന്ന് നീ ഞങ്ങളോട് പറയാതെ ഞങ്ങൾ എങ്ങനെയാ അത് മനസ്സിലാക്കുന്നതെന്ന് മഹേഷ് ചോദിക്കുക. ഈ സമയമാണെങ്കിൽ സച്ചി പറഞ്ഞു, അതങ്ങനെ എനിക്ക് പുറത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യമൊന്നും അല്ല, എന്തായാലും ഞാൻ നിങ്ങളോട് സത്യം പറയാന്ന് പറഞ്ഞ് അവൻ അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ മഹേഷ് തന്ത്രപൂർവ്വം കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെയൊക്കെ അവിടുന്ന് മാറ്റി നിർത്തുക. അതിനുശേഷം സച്ചിയോട് ചോദിച്ചു, എടാ സച്ചി, നീ എന്നോട് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറ, എന്താ പ്രശ്നം? നിന്റെ ഒരേ ഒരു അളിയനാണ് ശരത്ത്, എന്നിട്ട് നീ എന്തിനാ അവനെ തല്ലിയത്? എടാ ഞാൻ അവനെ തല്ലിയെങ്കിൽ അവന്റെ കയ്യിലിരിപ്പിന്റെ ഗുണം കൊണ്ടാ, അവനെ രേവതിയെയും അമ്മയെയും ദേവുവിനെയും ഒക്കെ പറ്റിച്ച അവൻ നടക്കുന്നത്. അവനും ആന്റണിയും ഒക്കെ തമ്മിൽ എന്തൊക്കെയോ ചില ഡീലിങ്ങുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവൻ മൊത്തത്തിലൊരു ഫ്രോഡാടാ. എടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ തെളിവ് വേണ്ടേന്ന് മഹേഷ് ചോദിച്ചതും ദാ നമ്മുടെ സച്ചി കയ്യിൽ കരുതിയിരുന്ന ഒരു വീഡിയോ ഫുട്ടേജ് എടുത്ത് കാണിച്ചു കൊടുക്കുക. ദേ ഇത് നീ ഒന്ന് കാണ്, ഇത് കണ്ടതിന് ശേഷം നീ ശരത്തിനെ കുറിച്ചൊന്ന് വിലയിരുത്തെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ മഹേഷ് സച്ചിയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയിട്ട് അവൻ ആ ഒരു വിഷ്വൽസ് നോക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞ മഹേഷ് അങ്ങ് ഞെട്ടിട്ടോ. അവൻ നോക്കുന്ന സമയം കാണുന്നത് നമ്മുടെ ചന്ദ്രമതിയുടെ ബാഗ് തട്ടിപ്പറിച്ച് അവിടെ നിന്ന് എസ്കേപ്പ് ആയല്ലോ ശരത്ത്. ആ ഒരു വീഡിയോ ആണ് ശരിക്കും മഹേഷിന്റെ കയ്യിലേക്ക് സച്ചി കൊടുത്തിരിക്കുന്നത്. ഇത് കണ്ടതും മഹേഷ് ശരിക്കും അങ്ങ് ഞെട്ടി. എടാ എന്തൊക്കെയാടാ ഈ കാണുന്നത്? ഇവൻ ഈ പണിയൊക്കെ നിർത്തിയെന്ന് പറഞ്ഞിട്ട് ഇവൻ ഇപ്പോഴും ഇത് തന്നെയാണോ ചെയ്യുന്നതെന്ന് മഹേഷ് ചോദിക്കാൻ തുടങ്ങിയത്. അതേടാ, ഇതൊക്കെ എങ്ങാനും എൻ്റെ വീട്ടിൽ അറിഞ്ഞാലുള്ള അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അല്ലെങ്കിൽ തന്നെ രേവതി ഇങ്ങോട്ട് വന്നതും അവിടെ ചന്ദ്രമതി അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. അവൾക്ക് സൗന്ദര്യം കുറവാണെന്നും സ്വത്തുക്കൾ കുറവാണെന്നും ഒക്കെ പറഞ്ഞ് ഡെയിലി അവൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എൻ്റെ അമ്മ. അതിൻ്റെ ഇടയ്ക്ക് ഇതുകൂടി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ആ വീട്ടിൽ വല്ല വില ഉണ്ടാവുമോ? എടാ സച്ചി, എന്ന് വെച്ച് ഇവന്റെ ഈ തെറ്റുകളൊക്കെ നമുക്കങ്ങ് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുമോ? എടാ അതാണ് ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് അവന്റെ കൈ പിടിച്ച് തിരിച്ചു വിട്ടത്. ഇവൻ നന്നാകുന്ന ലക്ഷണമൊന്നും ഞാൻ കാണുന്നില്ലടാ. ഇങ്ങനെയൊക്കെ സച്ചി പറയുന്നുണ്ടെങ്കിലും സച്ചിയുടെ മനസ്സിൽ നല്ല സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു സീനിന് ശേഷം നമ്മളെ കാണിക്കുന്നത് നമ്മുടെ രേവതിയാണ് കേട്ടോ. അപ്പം ശരത്തും അമ്മയും അതുപോലെ ദേവും ഒക്കെ കൂടി വെളിയിലിരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. ഡോക്ടറൊന്നും പറഞ്ഞിട്ടില്ല. ഡോക്ടർ വിശദമായിട്ട് പരിശോധിച്ചതിന് ശേഷം അതൊന്നും പറഞ്ഞാലല്ലേ നമുക്ക് മനസ്സുറച്ച് ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ എന്ന് ലക്ഷ്മി അമ്മ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് രേവതി അങ്ങോട്ട് വരുന്നത്. ചേച്ചിയെ കണ്ടപാടെ തന്നെ നമ്മുടെ ശരത്തിന്റെ മുഖത്ത് നല്ല ടെൻഷനുണ്ട്. ചേച്ചി ഇനി എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിട്ടാണോ ഇങ്ങോട്ട് വന്നതെന്ന് ആലോചിച്ച് പേടിച്ച് വിറച്ചിരിക്കുക നമ്മുടെ ശരത്ത്. അങ്ങനെ ശരത്താണെങ്കിലും ചേച്ചി ചേട്ടൻ വന്നിട്ടുണ്ടോ കൂടെ എന്ന് ചോദിച്ചു. ഇല്ലടാ, ചേട്ടനോട് ഞാൻ കാര്യങ്ങളൊക്കെ വിളിച്ച് പറയണം, ഇതുവരെ ഞാൻ ആളോട് പറഞ്ഞിട്ടില്ല, അത്യാവശ്യമായിട്ട് ഒരു ഓട്ടം പോയിരിക്കാന്നാ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇവിടെ വന്ന് നിന്റെ അവസ്ഥ എന്താണെന്ന് അറിയണമല്ലോ. എന്താടാ മോനെ നിനക്ക് പറ്റിയതെന്ന് ചോദിച്ച് രേവതി നമ്മുടെ ശരത്തിന്റെ അടുത്ത് ചെന്നിരുന്നു. ശരത്താണെങ്കിലോ, അത് ചേച്ചി ഞാൻ ബൈക്കിൽ നിന്ന് വീണതാ, നിന്നോട് ഇത്ര പ്രാവശ്യം മോനെ പറഞ്ഞിരിക്കുന്നത് ആവശ്യമില്ലാണ്ട് ആരുടെയും വണ്ടിയൊന്നും വാങ്ങിച്ച് ഓടിക്കരുതെന്ന്. ദേ നമുക്കായിട്ട് അച്ഛനും അമ്മയൊന്നും അധികം ഒന്നും ചെലവാക്കേണ്ടി വന്നിട്ടില്ലല്ലോ. ചേച്ചി എന്താ ഈ പറഞ്ഞു വരുന്നത്? എനിക്ക് വേണ്ടി ഇവരൊക്കെ ചെലവാക്കിയെന്നാണോ? അതല്ലട മോനെ, നമ്മുടെ ഫാമിലിയിൽ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഇനി ഏറ്റെടുത്ത് നടത്തേണ്ടത് നീയല്ലേ. അങ്ങനെയുള്ള നീ ഇനി കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടി പോകണ്ടേ. ഇപ്പൊ ഇങ്ങനെയുള്ള പറ്റുള്ളൂ. എന്തെങ്കിലും കാര്യമായിട്ട് പറ്റിപ്പോയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ എന്നുള്ള കാര്യം രേവതി ശരത്തിനെ ഓർമ്മിപ്പിക്കുകയാണ്. എൻ്റെ ചേച്ചി, ഇവനോട് എത്ര പറഞ്ഞാലും ഒരു രക്ഷയില്ല, ഇവനൊരനുസരണയില്ല. അപ്പം ദേവു ഇതൊക്കെ പറയുമ്പോഴത്തേക്കിന് ശരത്തിനൊന്നും ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. അല്ല, ഇവൻ എന്തെങ്കിലും ഭക്ഷണം വാങ്ങി കൊടുത്തോന്ന് നമ്മുടെ ലക്ഷ്മി അമ്മയോട് രേവതി ചോദിക്കുക. ഇവൻ ഇപ്പൊ കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത് ജ്യൂസാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ പോയി ജ്യൂസ് വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് രേവതി പുറത്തേക്ക് പോവാ. ഈ സമയമാണെങ്കിലോ ദാ നമ്മുടെ സച്ചിയും മഹേഷും കൂടി നിന്ന് നമ്മുടെ ശരത്ത് ചെയ്ത് കൂട്ടിയുന്ന ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ മഹേഷ് പറഞ്ഞു, എടാ
സച്ചി, നീ ഒരു കാര്യം ചെയ്, ഈ കാര്യങ്ങൾ മുഴുവനും രേവതിയോട് പറഞ്ഞു മനസ്സിലാക്ക്. അവൾ എന്നാണെങ്കിലും അവളുടെ ആങ്ങളെ ഇത്തരത്തിലുള്ള ഒരുത്തനാണെന്ന് മനസ്സിലാക്കേണ്ടതാണല്ലോ. അതുകൊണ്ട് നീ അവളെ ഈ ഒരു വീഡിയോ കാണിക്ക്. എടാ, അത് ശരിയാവില്ലടാ. അവൾ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയാ അവനെ വളർത്തുന്നത്. ശരിക്കും അവരുടെ അച്ഛൻ മരിച്ചതിന് ശേഷം ഇവനായിരിക്കും ആ കുടുംബം കൈകാര്യം ചെയ്യുന്നതെന്നും അമ്മയും ദേവുനെയും ഒക്കെ പൊന്നുപോലെ നോക്കുമെന്നും ഒക്കെയാ എൻ്റെ രേവതി പറയുന്നത്. അങ്ങനെ അവൾ അത്രയൊക്കെ ചിന്തിച്ച് നിൽക്കുമ്പോഴും അത്രയും സന്തോഷത്തോടു കൂടി അനിയനെ കുറിച്ച് സംസാരിക്കുമ്പോഴും ഒക്കെ ഞാനായിട്ട് ഇനി അത് തകർത്തു കഴിഞ്ഞാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ലടാ. അവൾക്കും അത് താങ്ങാൻ പറ്റുന്ന കാര്യമൊന്നും അല്ല. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയെക്കുറിച്ച് തന്നെ എനിക്ക് പറയാനുള്ളത്. രേവതിയുടെ ആങ്ങളെ അത്ര കണ്ട് അവർക്ക് ആർക്കും ഇഷ്ടമല്ലല്ലോ. അവൻ ഇങ്ങനെയുള്ള ഒരുത്തനാണെന്നെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർന്നു. അതോടുകൂടി അവളുടെ ആ വീട്ടിലെ സമാധാനമുള്ള ആ ഒരു ജീവിതം അങ്ങ് അവസാനിക്കുമെന്ന് പറയുക. ഇത് കേട്ടപ്പം നമ്മുടെ മഹേഷിനും തോന്നി അത് ശരിയാടാ. പക്ഷേ ഇപ്പൊ എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തണമല്ലോ. ഇവന് ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ ശരിയാകില്ലല്ലോ. എന്തായാലും ഞാൻ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പോവാ. ഇനി ഞാനായിട്ട് ആരും ഈ ഒരു വീഡിയോ അറിയണ്ടെന്ന് പറഞ്ഞ് സച്ചി ഫോൺ എടുത്ത് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കിനും മഹേഷ് പറഞ്ഞു, എൻ്റെ സച്ചി, നീ മണ്ടത്തരം കാണിക്കില്ലേ? നീ ഇതാരെ കാണിക്കാനൊന്നും നിൽക്കണ്ട. പക്ഷേ ശരത്തിനോട് നീ ഈ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നിന്റെ ഫോണിൽ എന്തെങ്കിലും ഒരു തെളിവ് വേണ്ടേന്ന് മഹേഷ് ചോദിക്കാം. അത് ശരിയാണല്ലോടാ. അതുകൊണ്ട് മാത്രം നീ ഇത് നിന്റെ ഫോണിൽ സേവ് ചെയ്ത് വെക്കണമെന്ന് മഹേഷ് പറഞ്ഞതനുസരിച്ച് നമ്മുടെ സച്ചി കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെ ആ ഒരു സീൻ കഴിയുമ്പോഴാണെങ്കിൽ ജ്യൂസ് വാങ്ങിക്കാൻ പോയ നമ്മുടെ രേവതിയാണെങ്കിൽ സച്ചിയെ വിളിക്കുന്നു. സച്ചിയാണെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ സമയം എന്താ രേവതി വിളിച്ചതെന്ന് ചോദിച്ചതും, അതെ സച്ചിയേട്ടാ, ശരത്തിനൊരു അപകടം സംഭവിച്ചു, ശരത്ത് ആശുപത്രിയിലാണ് ഉള്ളത്. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ശരത്തിനെ കുറിച്ച് പറഞ്ഞത് കൊണ്ട് തന്നെ സച്ചിക്ക് അതൊന്നും വലിയ താല്പര്യമില്ലാത്ത രീതിയിൽ രേവതിയോട് സംസാരിക്കുക. അതെ, ഞാനൊരു ഓട്ടത്തിലാണല്ലോ, ഞാൻ പിന്നെ തിരിച്ചു വിളിച്ചാൽ മതിയോ എന്ന് ചോദിച്ച് സച്ചി വലിയ താല്പര്യമില്ലാത്ത രീതിയിൽ ഫോൺ വെക്കാൻ തുടങ്ങുമ്പോഴത്തേക്കിനും രേവതിക്ക് വലിയ വിഷമമായിട്ടോ. എന്താ സച്ചിയേട്ടാ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എൻ്റെ ആങ്ങളയ്ക്ക് വയ്യാഞ്ഞിട്ട് ഞാൻ നിങ്ങളെ വിളിച്ചത്. നിങ്ങൾ ഇപ്പൊ തന്നെ ഇങ്ങോട്ടൊന്ന് വരണം, മറ്റാരെങ്കിലും സവാരി ഏൽപ്പിക്കെന്ന് പറഞ്ഞ് അവള് ശാഠ്യം പിടിക്കുന്ന സമയത്ത് നിന്റെ അനിയൻ എവിടെ പോയി എന്തൊക്കെ ഒപ്പിച്ചു എന്ന് എനിക്കറിയില്ലല്ലോ. അതുകൊണ്ട് എനിക്കിപ്പോ കിട്ടിയ സവാരി ഒന്നും കളയാൻ പറ്റില്ല. എനിക്ക് കാശിന് നല്ല അത്യാവശ്യമുള്ളതാണെന്നൊക്കെ പറഞ്ഞ് സച്ചി ഫോൺ വെക്കുന്നതും രേവതി സച്ചി എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്നും ആലോചിച്ച് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ആ ഒരു വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.